ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 31 അധ്യായമാണല്ലോ ഇന്നലെ നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ ചിന്തിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ചാപ്റ്റർ നമ്മൾ വായിച്ചു പോകുന്നുവെങ്കിലും സമാഗമന കൂടാരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ നിലവിളക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചു വന്നത്. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് താമരത്തൊട്ടിയെക്കുറിച്ചാണ്. കൂടാരത്തിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന വൃത്താകാരതയിലുള്ള ഒരു വലിയ പാത്രമായിരുന്നത്. അതിൽ വെള്ളം എപ്പോഴും നിറച്ചു വെച്ചിരുന്നു. ഇസ്രായേൽ സ്ത്രീകൾ ഓടുകൊണ്ട് മിനുക്കിയെടുത്ത കണ്ണാടി പോലെയുള്ള ഒരു പാത്രമായിരുന്നത്. അതിൽ വെള്ളമൊഴിക്കുമ്പോൾ യാഗമർപ്പിക്കാൻ വരുന്ന പുരോഹിതന് തന്നെ മുന്നിൽ വരുമ്പോൾ അവരുടെ മുഖവും ശരീരമൊക്കെ അവർക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിലുള്ളതായ അഴുക്കുകളെ ചെളികളെ ഒക്കെ കഴുകിക്കളഞ്ഞിട്ട് അവർക്ക് ആ യാഗത്തിന് പ്രവേശിക്കുവാൻ തക്കവണ്ണം അത് സാധിക്കും. പുതിയ നിയമത്തിൽ ഇതുപോലെ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലിയ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപബോധമുണ്ടാവുകയും നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ആ വചനം നമ്മെ സഹായിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമായിരുന്നു കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്നത്. കൂടാരത്തിനകത്തുള്ളിൽ വിശുദ്ധ സ്ഥലത്തെ 3 ഉപകരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വടക്കുവശത്തെ കാഴ്ചയപ്പത്തിൻ്റെ മേശയും തെക്കുവശത്തെ നിലവിളക്കും പടിഞ്ഞാറ് ധൂപപീഠവും വെച്ചിരുന്നു. പൊന്നുകൊണ്ടുള്ള മേശയിൽ ഇസ്രായേൽ 12 ഗോത്രപിതാക്കന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് 12 അപ്പമാണ് അവരവിടെ വെച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം പഴയ നിയമത്തിൽ അവർക്ക് ഇതുപോലെ ഒന്നായി തീരുവാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ എത്ര വിശ്വാസികൾ ഒന്നിച്ചു കൂടിയാലും നമ്മൾ ഒരപ്പമാണ് യാഗമായിട്ട് അർപ്പിക്കുക. ആ അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഒരേ അപ്പത്തിൻ്റെ അംശികളായി നമ്മളിത് ഭക്ഷിച്ച് പിരിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഐക്യവും കർത്താവിനോടുള്ള വലിയ ബന്ധവും നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പഴയ നിയമകാലത്ത് ഇത് ഭക്ഷിക്കുവാൻ അവകാശമുള്ളത് പുരോഹിതന്മാർക്ക് മാത്രമായിരുന്നു. മറ്റാർക്കും ഈ കാഴ്ചയപ്പം ഭക്ഷിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളും ഈ അപ്പം ഭക്ഷിക്കുകയാണ്. കാരണം പഴയ നിയമത്തിൽ പുരോഹിതനും ദൈവവുമായിട്ടാണ് ബന്ധം, ജനവുമായി പലപ്പോഴും നേരിട്ടുള്ള ബന്ധമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ സ്നാനം മുഖാന്തരം കർത്താവിനോട് സംയോജിച്ചപ്പോൾ യേശുക്രിസ്തു നമ്മളുമായി വളരെ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ്. മാത്രമല്ല പുതിയ നിയമത്തിൽ നമുക്കറിയാം ഓരോ വിശ്വാസിയും പുരോഹിതന്മാരാണ്. സ്നാനമേറ്റ് ക്രിസ്തുവിനോട് നമ്മൾ ചേരുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ആ പൗരോഹിത്യത്തിന് പങ്കുവഹിക്കുകയാണ്. 1 പത്രോസ് 2:9 പത്രോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ എല്ലാവരും ആ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായതിനാൽ എല്ലാ വിശ്വാസികൾക്കും ഈ കാഴ്ചയപ്പം ഭക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ സ്നാനമുഖാന്തരം ക്രിസ്തുവിനോട് സംയോജിക്കപ്പെടാത്തവർക്ക് അത് അനുഭവിക്കാനുള്ള അവകാശവുമില്ല. അപ്പം ഇന്നത്തെ ദിവസം 1 ഈ താമ്രത്തൊട്ടി, 2 കാഴ്ചയപ്പത്തിൻ്റെ മേശ, ഇത് രണ്ടും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ദൈവവചന മുഖാന്തരം പുതിയ നിയമത്തിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ യേശുക്രിസ്തുവാകുന്ന കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുക. ആ ക്രിസ്തുവിന് വേണ്ടി ഇന്ന് നമുക്ക് മുന്നിലുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനകളുമാണ്. ആ ദൈവവചനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ നമ്മുടെ കുറവുകളെ എന്തെന്ന് വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് അതിനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്.
രണ്ടാമത് ആ കാഴ്ചയപ്പത്തിൻ്റെ അംശമായി അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാനുള്ളത് ഇവിടെ കർത്താവിൻ്റെ ആ ഏക ശരീരമാകുന്ന അപ്പത്തിൻ്റെ അംശങ്ങളായി നമ്മൾ ഓരോരുത്തരും ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധവും യേശുവിനോടുള്ള ബന്ധവും ഒക്കെ വളരെ വ്യക്തമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ഇന്ന് 32-ാം അധ്യായമാണ് നിങ്ങൾ വായിക്കേണ്ടത്. 32-ാം അധ്യായത്തിൽ മോശ പർവ്വതത്തിൽ പോയപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തതുമായുള്ള ബന്ധമാണ് 32-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ സമാഗമന കൂടാരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിസ്തീർണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളത് ക്രമമായി വായിച്ചു പോകാൻ വേണ്ടി 32-ാം അധ്യായം വായിക്കുക. എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.